ഹലോ മക്കളെ, അഖിലോൻസ് ആണ്. നമ്മുടെ മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിതാ പെട്ടെന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ക്ലാസിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നമുക്കറിയാം അവിടെ പ്യുവർ സബ്സ്റ്റൻസും ഉണ്ട്, നമുക്ക് മിക്സ്ചേഴ്സും ഉണ്ട്. അപ്പൊ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിൽ നമുക്കറിയാം ഒരൊറ്റ സബ്സ്റ്റൻസ് അതിനകത്ത് ഉണ്ടാവുള്ളൂ അല്ലെ, എക്സ്ട്രാ ആരും അതിനകത്ത് ഉണ്ടാവില്ല. ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിനെ ഇംപ്യൂർ ആക്കി കളയും. അപ്പൊ പ്യുവർ സബ്സ്റ്റൻസിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും ഒക്കെ നമുക്ക് പരിചയമുണ്ട്. ഈ എലമെന്റ്സ് ഒക്കെ കെമിക്കലി കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ സബ്സ്റ്റൻസ്, കംപ്ലീറ്റ് പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഈ എലമെന്റ്സിന്റെ യാതൊരു ക്യാരക്ടറും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി മിക്സറിലേക്ക് വരുന്ന സമയത്തോ ഈ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിടുന്നതിനെയാണ് നമ്മൾ മിക്സ്ചർ എന്ന് പറയുന്നത്. അവിടെ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം. യൂണിഫോം മിക്സ്ചേഴ്സിന് എക്സാമ്പിൾ ആണ് സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, എയർ എന്നൊക്കെ പറയുന്നത്. നോൺ യൂണിഫോം ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് അതിനകത്തുള്ള കമ്പോണൻസിനെ കാണാൻ പറ്റും അല്ലെ, ഓയിലും ഈ പറയുന്ന വാട്ടറും കൂടെ മിക്സ് ആവുന്നത്, മഡി വാട്ടർ, ഇതൊക്കെ എന്താണ് നോൺ യൂണിഫോമിന് എക്സാമ്പിൾ ആണ്. അപ്പൊ മിക്സേഴ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ മെത്തേഡിലൂടെ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പ്യുവർ സബ്സ്റ്റൻസിന് ഒരിക്കലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യണം. അപ്പൊ വീണ്ടും കണ്ടുമുട്ടാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.